വിദ്യാസമ്പന്നരുടെ നാടാണ് കേരളം. തികഞ്ഞ ശാസ്ത്രബോധമുള്ളവർ, പുരോഗമനവാദികൾ. ഈ നാട്ടിൽ നിന്നാണ് തുടരെ തുടരെ ആഭിചാരങ്ങളുടെ, ദുർമന്ത്രവാദത്തിൻ്റെ, ദുരാചാരങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത്. ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനെന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആഭിചാരക്രിയ നടന്നത് കോട്ടയത്താണ്. യുവതി നേരിട്ടത് ക്രൂര പീഡനം. 10 മണിക്കൂറോളം ആഭിചാരക്രിയ നടത്തി. മദ്യം നൽകി, ഭസ്മം തീറ്റിച്ചു, പൊള്ളലേൽപ്പിച്ചു. സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും ദുരാചാരക്രിയകളെയും അംഗീകരിച്ചു എന്നതല്ലേ എന്ന് ഒരിക്കൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചപ്പോഴാണ് കോടതി അങ്ങനെ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? നിയമനിർമ്മാണം ഇല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാനാകും? ആരെയാണ് നമ്മൾ ഭയക്കുന്നത്? ദുരാത്മാവിനെയോ അതോ ദുരാചാരക്രിയകൾ നടത്തുന്നവരെയോ? നവോത്ഥാനം നയിച്ച കേരളത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഉത്തരേന്ത്യയെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്ന ശരാശരി മലയാളി ഇനിയെങ്കിലും കണ്ണാടിയിൽ നോക്കുമോ? സ്വന്തം കുറവുകൾ തിരിച്ചറിയുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ആദ്യ കോളർ സന്തോഷാണ്, ചെറുവത്തൂർന്ന്. സന്തോഷ്, ഒരു നിയമനിർമ്മാണം നമ്മൾ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അത് എങ്ങും എത്തിയില്ല. ഇപ്പോഴിതാ ഒരു യുവതിയെ കെട്ടിയിടുകയാണ്, ഭസ്മം തീറ്റിക്കുകയാണ്, 10-12 മണിക്കൂറോളം ഇങ്ങനെ ദ്രോഹിക്കുകയാണ്. ഇത് നവോത്ഥാന കേരളം എന്ന് പറഞ്ഞ് ഇനി ഊറ്റം കൊള്ളാൻ നമുക്ക് കഴിയുമോ സന്തോഷ്? ഇതിന് ബില്ല് കൊണ്ടുവന്ന് ഒരു പാസ്സാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് പാസ്സാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആ ബില്ല് പാസ്സാക്കാത്തത്? ബില്ലിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നതെന്നാ പറഞ്ഞത് മന്ത്രിസഭ. അതെ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് കേസുകൾ ഈ ദുർമന്ത്രവാദിചാരങ്ങൾ ഉണ്ട്. എനിക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. എനിക്ക് അനുഭവമുള്ളത് തന്നെയുണ്ട്. അയ്യോ, ഇത് സന്തോഷ് വല്ല ദുർമന്ത്രവാദിയും കണ്ടോ അവിടെ? ഞാൻ ദുർമന്ത്രവാദിയെ കണ്ടിട്ടില്ല. എന്റെ അനുഭവം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു, അങ്ങനെ വല്ല ദുർമന്ത്രവാദികൾ? അതെ, അനുഭവം എന്ന് പറയുന്നത് ഇതിലൂടെ എനിക്ക് ഇതായിട്ട് പറയാൻ പറ്റാത്തതും കൂടെയാണ്. കാരണം അത്രയ്ക്ക് ഒരു സംഭവമാണ്. കാരണം ഒരു പെൺകുട്ടിയെ ഇതായത് ദുർമന്ത്രവാദം ചെയ്തത്, അതായത് കൂടോത്രം എന്ന് പറയും. കൂടോത്രത്തിലൂടെ ചെയ്ത്, അതായത് ആ പെൺകുട്ടിയുടെ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇത് ഉള്ള സംഭവമാണ്, ഇത് സത്യമാണ്. ഈ ആധുനിക കാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനൊരു 3 വർഷം മുമ്പ് വരെ ഇത് ഞാൻ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ അനുഭവമാണ് നമ്മളെ ആ പാഠം പഠിപ്പിക്കുന്നത്. സാറിന് അറിയോ, ഈ സേവ ചെയ്യുമ്പോ ഇവരിങ്ങനെ ദുർമന്ത്രവാദ കൂടോത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് സാറ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഒരു തവളയിലൂടെ ചെയ്യുന്ന ക്രിയകൾ, ഈ പറക്കുന്ന തവളയില്ലേ സാറേ, ആ തവള ഒരു 3 മാസം ഒരിടത്ത് തന്നെ ഇരുന്ന് കരയുന്ന സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുഭവമാണ്. അതായത് 3 മാസം കൃത്യം 6:50 കരയാൻ തുടങ്ങിയാൽ രാത്രി 2-3 മണി വരെ കരയും. അത് അവസാനം നമുക്ക് ശല്യം ആക്കുക. കാരണം ഒരു വ്യക്തിയെ സ്നേഹിച്ച ഒരു പെണ്ണിനെ ആ പെണ്ണിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ചെയ്യുന്ന ദുർമന്ത്രവാദം. ഇതാരും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് ചിലപ്പം വിശ്വസിക്കണമെന്നില്ല. അനുഭവമാണ്. ഇത് എന്റെ അനുഭവമാണ്. ഞാൻ ഇന്നും അതിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ശരി. അപ്പോൾ വ്യക്തമാണ് സന്തോഷിന്റെ അഭിപ്രായം. ചെറുവത്തൂരിൽ സന്തോഷ് പറയുന്നത് ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അഹമ്മദ് ബാബയ്ക്ക് ഇങ്ങനെ വല്ല ദുർമന്ത്രവാദ അനുഭവങ്ങളുണ്ടോ? ശ്രീ അഹമ്മദ് ബാബ, നമസ്കാരം. ഞാന് 982 വരെ ഇതിന്റെ ഒക്കെ ആളായിരുന്നു. ഞാൻ ദുർമന്ത്രവാദത്തിന്റെയോ? ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുടെ എന്റെ സമുദായത്തിൽപ്പെട്ടവരെയും ശരിയാണ് നടക്കുമെന്ന് കരുതിയിരുന്നു അല്ലേ? പല കാര്യത്തിനും വേണ്ടിയിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച ആളാണ് ഞാൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നീട്
1982 എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെ എന്റെ സമുദായത്തിൽപ്പെട്ട തന്നെ ഇത് ചെയ്യുന്ന ഒരാളെ കയ്യിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് നേരിൽ കണ്ട് ഈ ഫ്ലോറിൽ അത് പറയാൻ വയ്യ. നേരിൽ കണ്ടപ്പോ ഞാൻ പിന്നെ അവിടുന്ന് മെല്ലെ 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 ഞാൻ ഒഴിവായി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ ആളുകളെ കൊണ്ടുപോയ ആളൊക്കെയാണ് ഞാൻ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അല്ലേ? തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ഞാന് ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയപ്പോ പിന്നെ നമുക്ക് അതിന്റെ അവിടെയുള്ള രീതികളും അതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക, ദൈവത്തിനോട് പറയുക എന്നുള്ള ഒരു നിലയിലേക്ക് ഞാൻ മാറി. ഇപ്പൊ ഞാൻ അതിനെ നഖശികാന്ത് എതിർത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ധാരാളം ചീത്തകളൊക്കെ അതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഇത് ശ്രീ അഹമ്മദ് ബാബ, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അല്ല, എല്ലാ മതവിഭാഗങ്ങളും ഇത്തരം ആളുകളുണ്ട് അല്ലേ? യെസ് സർ, എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് കുറവ് ക്രിസ്ത്യൻ മതത്തിലാന്ന് വിചാരിക്കും. പക്ഷെ ക്രിസ്ത്യൻ മതത്തില് മറ്റ് മതത്തിൽപ്പെട്ടവരെ സമീപിച്ചിട്ടാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്യണ ഇപ്പൊ ഇത് പ്രധാനമായിട്ട് എന്താണ്? ശത്രുവിനെ നശിപ്പിക്കുക, അതാണോ ചെയ്യുന്നത്? ശത്രുവിനെ നശിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യസാധീനത്തിന് വേണ്ടിയിട്ട് ആ അയൽവാസികളെയോ മറ്റുള്ളവരെയോ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, മാനസികമായിട്ട് വിഷമിപ്പിക്കുക. പിന്നെ ഇപ്പോ ആദ്യം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ പ്രേമങ്ങളൊക്കെ നമ്മള് വിചാരിക്കുന്ന കോലത്തിൽ ആ പെണ്ണ് ഒരാണാണെങ്കിൽ ആണ്, സ്ത്രീ ആണെങ്കിൽ ഒരാണിനെ കിട്ടാന്, ആണാണെങ്കിൽ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതിൽ നിന്ന് ധാരാളം ഇവര് സമ്പാദിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നവര്. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ തന്നെ, ഇപ്പൊ നിങ്ങൾ ഈ വിഷയം ഇതിപ്പോ ഇന്ന് പറയുന്നതിന്റെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു ഭാര്യനെയോ മറ്റാണെന്ന് തോന്നി ഇതിന് സമ്മതിക്കാത്തതിന് ഉപദ്രവിച്ചത് അല്ലേ? അപ്പൊ ഇത് ചെയ്യുന്നവരും ഇത് ചെയ്യിപ്പിക്കുന്നവരും ഇതിനു വേണ്ടി പോകുന്നവരും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതിലൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ട് ഒരു ശിക്ഷാവിധി ഉണ്ടാക്കണം. ഇത് വല്ലാത്ത വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം യൂട്യൂബിൽ ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട്. ഷിജുവും ജയകുമാറും ഡോക്ടർ മണി, MP മണി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ MP മണി നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ ഒരു നേതൃനിരയിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ ചിന്ത, അതുപോലെ ചിന്തിക്കാനുള്ള കഴിവ് എന്നിവ വളർത്തിയെടുക്കണം. അതോടൊപ്പം സ്വതന്ത്ര ചിന്തയും ശാസ്ത്രബോധവും വളർത്തിയെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ അന്ധവിശ്വാസത്തെ നേരിടാൻ കഴിയുക എന്ന് പറയുന്നു. അപ്പോൾ VC തോമസ് പറയുന്നു, അന്ധവിശ്വാസങ്ങൾക്കെതിരായി ബില്ല് കൊണ്ടുവന്നാൽ ഇവിടുത്തെ ആചാര സംരക്ഷകർ സർക്കാരിനെതിരാകും, അതുകൊണ്ടാണ് വരാത്തത്. ഇന്നത്തെ ആചാരങ്ങൾ പലതും അനാചാരങ്ങളാണ് എന്ന് VC തോമസ് പറയുന്നു. അപ്പോൾ നമ്മുടെ ശശിധരൻ വയലാർ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നുണ്ട്. മിത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന നാടാണിത് എന്ന് കൃഷ്ണൻകുട്ടി ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീ ദിവാകരന് ഈ ബ്ലാക്ക് മാജിക്കിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? സാറേ, ഗുഡ് ഈവനിങ്. മനു സാറേ, ഞാൻ വിളിക്കാം. എനിക്ക് കുറച്ച് സമയം തന്നെ, ഞാൻ ഡൽഹി പോന്ന, പിന്നെ അതിന് ശേഷം ഓസ്ട്രേലിയ മോളെടുക്ക പോവുക. കുറച്ചൊന്ന് പറയട്ടെ. അതായത് ആദ്യം മറ്റേത് പറയുന്ന മുമ്പിൽ സാറേ, ടോപ്പിക് മാറ്റർ മുമ്പ് വെച്ചത് കൊണ്ടാണ്. ബിഗ് ബോസ് സീസൺ 6 ഫിനാലെയാണല്ലോ നാളെ. അതിൽ എന്റെ മകളെ പോലെ കരുതി ഞാനെല്ലാം കാണുന്നുണ്ട്. വിന്നറാകാൻ യോഗ്യതയുള്ള അനുമോൾ എന്ന നിഷ്കളങ്കയായ കുട്ടിയാണ്. എന്താ കാരണം, കുട്ടീനെ വേണ്ടാണ്ട് ഇവർ ഇടങ്ങാറാക്കുക. ആ കുട്ടി നല്ല നിശ്ചയദാഷ്ടിയുള്ള കുട്ടിയാണ്. തലശ്ശേരി നാളെ അനുമോൾ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അനുഭവം കിട്ടുക. പാവം അതിന് ഇന്നലെ എനിക്ക് നെഞ്ഞ് കരുതി ഉറങ്ങിയിട്ടില്ല. അതിനെ കള്ളത്രായിട്ട് അതിരാന്ന് പറഞ്ഞ പെണ്ണ് കള്ളത്രായിട്ട് ഉണ്ടാക്കി എന്നെ വിശ്വസിച്ച കുട്ടിയല്ലേ. ആ കുട്ടീനെ എന്ത് കരള് കത്തിപ്പോയി. അടുത്തൊരു ദിവസം ചർച്ച ചെയ്യാം. നോക്കാം നാളെ ആര് ജയിക്കുമെന്ന് നോക്കാം. അപ്പൊ അനുമോൾ ജയിച്ചാൽ ദിവാകരൻ എനിക്ക് മുട്ടായൊക്കെ തരുമായിരിക്കും അല്ലേ? പോപ്പുലാരിറ്റി കുട്ടിയാ. ഹലോ, ദിവാകരൻ അനുമോൾ ജയിച്ചാൽ എനിക്ക് മുട്ടായൊക്കെ തരുമായിരിക്കും അല്ലേ? അതെ, ഇത് എന്റെ മോളെ പോലെയുള്ള സൗന്ദര്യമുള്ള നല്ല കുട്ടിയാ. മോള് ഓസ്ട്രേലിയയിലുള്ള. എനിക്ക് പാവം തോന്നിയില്ല. ആ കുട്ടി എന്താ ലൈഫ് പാർട്ണറെ വരെ അതിൽ ലക്ഷ്മിക്കും കുറച്ചൊരു ഇതുണ്ട്. ലക്ഷ്മി ഇന്നലെ ഹെൽപ്പാക്കിയിട്ട് കുട്ടീനെ ഇതാക്കി. എനിക്ക് കരള് കത്തിപ്പോയില്ല. ആ കുട്ടീനെ നമുക്ക് ആ വിഷയം പിന്നെ ഒരു ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ അനാചാരങ്ങളെ കുറിച്ചാണ്, ആഭിചാര ക്രിയയെ കുറിച്ചാണ്. പ്രൊഡ്യൂസർക്ക് കോടാനുകൂടി വിട്ടു പോപ്പുലാരിറ്റി ഉണ്ട്. പിന്നെ സാറേ,
സാറേ ഒന്നും കൂടി പറയട്ടെ, ഇനി ഞാൻ കുറെ ഏതായാലും ശ്രീ ദിവാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം കാസർഗോഡ് നിന്ന് എന്നോട് പറയണം മനു അനുമോൾ കപ്പടിക്കും എന്നൊക്കെയാ പറയുന്നത്. നോക്കാം, അപ്പൊ അനുമോൾ കപ്പടിക്കുമെന്ന് നമുക്ക് നോക്കാം. സാറേ ആ പിന്നെ ധാരാളം കപടം പിന്നെ മന്ത്രവാദികളും പൂജാരികളും അങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ട് പറഞ്ഞേരേ. ധാരാളം കപടം ഞാൻ ധാരാളം കൂട്ടർക്കെല്ലാം ഡിസേബിൾഡ് പൂർവ്വമായ കൂട്ടർക്കെല്ലാം പാടിയിട്ട് പൈസ ആയി കൊടുത്തിട്ട് ഹാർട്ട് ഓപ്പറേഷൻ എനിക്ക് പൈസക്കാരന് ഞാൻ ചോദിക്കുന്ന അങ്ങക്ക് ദുരാനുചാരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? ഉണ്ട് പറഞ്ഞേരാ. വേഗം 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 തീരൂ. ധാരാളം കപടവാദികളും പൂജാരികളും അനക്കെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ തന്നെ ഇവർ തട്ടിപ്പാക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ചൂട്ടയില് പിന്നെ ചൊറുത്താമ്പളേനെ കെട്ടിയിട്ട് പറഞ്ഞ് പിന്നെ സ്വർണ്ണം അടിച്ചിന് എന്താ പറഞ്ഞാ ഈ പിന്നെ തീ കത്തുമ്പോ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ശരി, അപ്പൊ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, അങ്ങക്ക് ഇതുപോലെ എന്തെങ്കിലും ദുരാനുഭവങ്ങൾ ഉണ്ടായോ ഈ കൂടോത്രക്കാരിൽ നിന്ന്? നമസ്കാരമുണ്ട് സാറേ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റവും അധികം കൂടുതൽ ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാ. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യരെ ബോധവാന്മാരാക്കിയിട്ട്. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. സബീന എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീമതി സബീന, വിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ പലതരത്തിൽ ഇത് തർക്ക വിഷയമായി നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിയമനിർമ്മാണത്തിന് വലിയ ഒരു മേൽക്കൈ കിട്ടാതിരുന്നത്. ഇത് സ്ത്രീകളാണ് പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഇരയാകുന്നത് കേട്ടോ. അടികൊള്ളുന്നതും പൊള്ളലേൽക്കുന്നതും കെട്ടിയിടുന്നതും ഒക്കെ അവരെയാണ്. നമുക്കറിയാലോ, ഈ നരബലി ഉണ്ടായപ്പോൾ ആ പാവങ്ങളെയാണ് കൊണ്ടുപോയി കൊന്നത്. ഇതെന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെ ദുർമന്ത്രവാദത്തിന് ഇരയാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം? എന്തല്ലേ മനു, എന്ത് പറയണമെന്ന് പോലും അറിയില്ല. കാരണം ഒരു നിമിഷം ഞാൻ ഇത് ബിഗ് ബോസിന്റെ ടോപ്പിക്കാണോ അല്ലെ മന്ത്രവാദത്തിന്റെ ടോപ്പിക്കാണോ എന്ന് സംശയിച്ചു പോയി. എന്നാലും നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്. അപ്പൊ അനുമോൾ ജയിക്കുമെന്നാണ് നമ്മുടെ ശ്രീ ദിവാകരൻ പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെയാണോ സബീന? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒന്നും ഇല്ല. എന്തായാലും അത് വോട്ടിങ്ങിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ ഫേവർ ചെയ്ത് പറയുന്നത് എല്ലാവരും ഒന്നുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമ്മൾ ഒരാളെ ഫേവർ ചെയ്ത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പം അവരുടെ ഫാൻസിനൊക്കെ അത് ചിലപ്പോൾ വേദനയായി പോകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ കേരളം വളരുകയാണോ അതോ കേരളം തളരുകയാണോ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. നമ്മൾ ഞാനിതിൽ കുറെ ഇതൊക്കെ എടുത്തു നോക്കിട്ടോ. അതായത് മന്ത്രവാദി, അതായത് ഉറക്കം മരുന്ന് കുലമൊഴിക്കൽ, അങ്ങനെ ഒരു ചികിത്സ, മായാജാലം, പിന്നെ അസുര ചികിത്സ, സർപ്പബാധ മാറ്റൽ, സർപ്പദോഷ നിവാരണ പൂജ, ദോഷക്കല്ല് നിവാരണം, പഞ്ചഗവ്യം, എന്തൊക്കെ, ശ്മശാന പൂജ, കരിങ്കുട്ടി ബലി, ഇടുന്ന ചില ഓമന പേരുകളാണ് ഇതൊക്കെ. എന്താ വെച്ചാല് ഇത് നത്തിങ് ബട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഇത് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക. ഇപ്പൊ ഈ ഒരു അന്ധവിശ്വാസം, സബീന, ഇതൊക്കെ വിദ്യാസമ്പന്നരുടെ നാടാണ് കേരളം. ഇവിടെയാണ് ഇങ്ങനെ മന്ത്രവാദി പറയുന്ന മറ്റേയാളെ ഒരു നമുക്ക് ദ്രോഹിക്കാൻ ഇങ്ങനെ ചെയ്യാം എന്ന്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് മാറ്റാം, അതിന് ചില പൂജ നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇത്രയും വിദ്യാസമ്പന്നരായ കേരളം ഇത് വിശ്വസിക്കുകയാണോ ശ്രീമതി സബീന? അതെ മനു, ഞാൻ നോക്കിയതിൽ വിദ്യാസമ്പന്നരെന്നുള്ളത് വിദ്യാഭ്യാസവും ഇതും തമ്മിലൊന്നും ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് അവരെ ഈ ഭയപ്പെടുത്തുക. എന്നുവെച്ചാല് എന്താണ്, വിശ്വാസം, ആചാരം, ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ, കാരണം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഭയപ്പെട്ടിട്ട് നരബലി നടക്കുന്നു, കൊല്ലാൻ പോലും മടിക്കുന്നില്ല ആൾക്കാരെ ഇതിന്റെ പേരിൽ. എല്ലാവർക്കും അറിയാം ഇതൊരു അനാചാരമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവരതിലേക്ക് ചെന്ന് വീഴുന്നു. ഇത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല, എല്ലാ മതത്തിലുണ്ട്. മുസ്ലിംസിലുണ്ട്, ജിന്നാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംസിലുണ്ട് ഭയങ്കരമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ മറ്റേ എഴുതി വെള്ളം കുടിക്കുക, പിന്നെ എന്ത് മഷിയാണെന്ന് അറിഞ്ഞുകൂടാതെ പിറ്റേ ദിവസം അവർ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്നില്ല എനിക്കറിയില്ല.
അപ്പൊ ഇങ്ങനെ വളരെ മോശപ്പെട്ട തരത്തിലുള്ള ഒരു മനുഷ്യർക്ക് ഒട്ടും തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള പൂജകൾ, പല തരത്തിലുള്ള ആചാരങ്ങളാണ് ഇവര് ഓരോ മതത്തിനും അവർക്കനുസരിച്ചിട്ടുള്ള അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് തിരിച്ച്. പക്ഷെ പൊതുവെ ഇത് എല്ലാവരും അവരുടെ ഏറ്റവും വലിയ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. അതിലൂടെ അവര് നന്നായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാനിപ്പോ കേരളത്തിനകത്ത് ഞാൻ കുറച്ച് കേസൊക്കെ നമുക്കറിയാം. നമ്മളത് പബ്ലിക്കലി അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിക്ടിംസ് ആയവരെ എനിക്കറിയാം. വിക്ടിംസ് ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരെ അറിയാം. അപ്പൊ അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിലൊക്കെ നമുക്ക് അവരെയൊക്കെ സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ റെമഡിയലായിട്ട് പലതും ചെയ്യാനൊക്കെ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ സ്ട്രിക്ട്ലി ഇത് നമ്മൾ ഇപ്പൊ ഇറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള കേരളത്തിൽ ആശാസ്യമായ ഒരു രീതിയല്ല ചികിത്സയ്ക്ക് മന്ത്രവാദം ഉപയോഗിക്കുക എന്നത്. ഒരിക്കലുമല്ല. അപ്പൊ അത് ഓക്കെ, വ്യക്തമാണ്. അപ്പൊ സബീനയുടെ പ്രതികരണം. അപ്പൊ പ്രമോദ് നാണു എന്നോട് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 കൂടോത്രം ത്തിന്റെ ഒരു കാര്യം പറയുന്നത് ഉണ്ണിത്താൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് ആരൊക്കെ കൂടോത്രം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ പാർട്ടിക്കകത്ത്. അപ്പോൾ അതൊക്കെ ഇപ്പം പ്രമോദ് നാണു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നത് ഡു യു ബിലീവ് ഇൻ ആസ്ട്രോളജി എന്നാണ്. ഞാൻ പിന്നെ ഇങ്ങനെ നക്ഷത്രം ഇതൊക്കെ നോക്കുന്നു, അത് സാധാരണഗതിയിൽ. അല്ലാതെ ആളുകളെ എങ്ങനെ അടിക്കുക അല്ലെങ്കിൽ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അസ്ട്രോളജി ആളുകളിങ്ങനെ സമയം മുഹൂർത്തമൊക്കെ നോക്കുന്ന സാഹചര്യത്തിൽ ഞാനും അതിൻ്റെയൊക്കെ ഭാഗവാക്കാക്കേണ്ടത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ഹൗസിൽ തൊഴുത്തുണ്ടാക്കിയത് വിശ്വാസം വെച്ചാണ്. ഓക്കെ, ശരി. അപ്പോൾ ശശിധരൻ നമ്മുടെ വയലാറിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് കിട്ടുമായിരിക്കും. സൂപ്പി വെള്ളമുണ്ട സൂപ്പി, നമുക്ക് ധാരാളം ആളുകളുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് ഇങ്ങനെ സമാനമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. കൂടുതൽ സംസാരിച്ചില്ല, കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രയാസപ്പെടുമാണ് ഇവരൊക്കെ നമ്മൾ എന്താണ് അങ്ങക്കെതിരെയാണോ ഈ ഇത് ചെയ്തോ? അങ്ങയുടെ അടുത്തുള്ള ആർക്കെങ്കിലും എതിരെയാണോ? അതൊക്കെ പറയണ്ട. ഞാൻ പോയിട്ടുണ്ട് തന്നെ, അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പ്രയാസപ്പെടുമാണ് പോവാ, എന്തെങ്കിലും പിന്നെ നമ്മൾ രക്ഷപ്പെട്ട വിചാരിച്ചത്. കാരണം പണം കൊണ്ടോ പ്രയാസപ്പെടുമ്പോഴൊക്കെ ഇതാണ് കുറച്ചൊരു സ്ഥിതിയാണിത്. കാരണം പ്രേക്ഷകരൊക്കെ ഇതിന്റെ ഓരോ അനുഭവങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ആളുകൾ ഇങ്ങനെ സമീപിക്കുകയാണല്ലേ കൂടോത്രം ചെയ്ത് ശരിയാക്കി. അത് ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. സൂപ്പി അങ്ങനെ കൂടോത്രം ചെയ്ത് വല്ലതും കിട്ടിയോ? കൂടോത്രം ചെയ്തോ? എനിക്കാ കൂടോത്രല്ല, കാരണം നമ്മളെ നമ്മളെ മന്ത്രിക്കോ അവന് മുട്ട കൊണ്ടുപോയ പിന്നെ അതുപോലൊക്കെയുള്ള നിങ്ങളിപ്പം പറഞ്ഞില്ല എഴുത്ത് മഷി എഴുത്ത്, അത് പച്ച മഷി എന്ന് പറയുന്നത് ഒരു ചെടി, ഒരു സസ്യത്തിനാണ് ആ ചെടി മഷി, അത് എഴുതി കുടിക്കുക. കാരണം അങ്ങനെയൊക്കെ വരും, അത് നമ്മൾ പ്രയാസം വരുവാണ് പോവാ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ശ്രീ പാർത്ഥസാരഥി ഹരിപ്പാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പാർത്ഥസാരഥി, ഈ ഹരിപ്പാടൊക്കെ കൂടോത്രം ഉണ്ടോ? പാർത്ഥസാരഥി നമസ്കാരം. ഇപ്പൊ ഈ രാജ്യത്തെ വിശ്വാസത്തെക്കാളും കൂടുതൽ അന്ധവിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ഈ രാജ്യത്ത് പിന്നെ ഇത് പത്തനംതിട്ട വിഭാഗത്തിൽ നരബലി നടന്നു. പിന്നെ കേരളത്തിൽ നിരന്തരമായിട്ട് ഞാൻ നരബലി അന്ധവിശ്വാസങ്ങളും അതിന്റെ വലിയാടയിൽ സ്ത്രീകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു നിയമം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് പല പ്രാവശ്യം തുടങ്ങിയെങ്കിലും വരുന്ന ഗവൺമെന്റുകളെല്ലാം ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഈ ബില്ല് എടുത്തുകൊണ്ടുവരും, പിന്നെ പൊടി തട്ടിക്കുടഞ്ഞങ്ങ് മാറ്റിവെക്കും. മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിയമം വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഡേവിഡ് വിജയ് പള്ളുരുത്തിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, അങ്ങ് ഇന്ത്യയിലൊക്കെ ഒട്ടൊക്കെ സഞ്ചരിക്കുന്ന ആളാണല്ലോ. അപ്പൊ നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ പലപ്പോഴും ആളുകളെ നമ്മൾ ഇവിടുന്ന് ഇരുന്ന് പരിഹസിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ ഇങ്ങനെ അന്ധവിശ്വാസികളാണ്, അനാചാരം ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇതിപ്പോ ഉത്തരേന്ത്യ മാത്രമല്ല, ഞാൻ ആന്ധ്രയിലുണ്ടായിരുന്നതാ. അവിടെ ഹൈദരാബാദിൽ ഞാൻ ഏരിയ മാനേജറായിരുന്നു. ആന്ധ്രയിലെ ഒന്നുകിൽ അന്ധവിശ്വാസത്തിന്റെ അങ്ങേയറ്റം, അല്ലെങ്കിൽ തീവ്ര കമ്മ്യൂണിസ്റ്റിന്റെ എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റിന്റെ മാവോയിസ്റ്റിന്റെ ഇങ്ങേയറ്റം. കണ്ടിട്ടില്ലേ? കൊണ്ടപ്പള്ളി സീതാരാമയ്യ, നമ്മുടെ സർവേപ്പള്ളി ഗണപതി, അതുപോലെ വിവാഹത്തിന് ശേഷം സെക്ടറിന് ചെയ്ത നമ്മുടെ പാർട്ടിയുടെ സുന്ദരയ്യ. അപ്പൊ ഒന്നുകിൽ വിപ്ലവത്തിന്റെ ഇങ്ങേയറ്റം അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ അങ്ങേയറ്റമാണ് ആന്ധ്ര. പക്ഷെ കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും ലിറ്ററസി ഉള്ള സ്ഥിതിക്ക് നേരത്തെ താങ്കളുടെ അടുത്ത് എനിക്കതിന് വല്ലാത്തൊരു ഒബ്ജക്ഷൻ ഉണ്ട് കേട്ടോ. അത് പ്രോത്സാഹിപ്പിക്കാൻ ഇടം കൊടുക്കരുത് ഈ പൊതുവേദി വഴിയായിട്ട്. നേരത്തെ ഒരു ചങ്ങാതി അതിന്റെ അകത്ത് എന്തോ തവള കറിയുന്ന എന്തോ ഇത്
കുറെ പേര് അതിലേക്ക് ആകർഷിക്കാനായിട്ട്. അതൊക്കെ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അല്ല, ഞാനൊരു അനുഭവം പങ്കിട്ടപ്പോ അനുഭവം അതിപ്പോ ഞാൻ വേണമെങ്കിൽ നല്ല ഒന്നാം തരം ഒരു കഥ കൂടി പറയാൻ എനിക്കറിയാതെ അതിനുള്ള ഇമാജിനേഷൻ ഒക്കെ എനിക്കുണ്ട്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കരുത്. കാരണം നമ്മൾ അടുത്ത തലമുറ വളർന്നു വരുന്നതല്ല. ഇതിപ്പം ചുരുക്കം പറഞ്ഞ് കേൾക്കുന്നവനും ഇതല്ല. എല്ലാവരും യുക്തിവാദിയാവണമെന്നൊന്നും പറയണമല്ല. നമ്മളൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതും ഇവിടെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ധാർമ്മിക പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഒരു നന്മയ്ക്ക്, മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിച്ചാൽ നല്ലത്. പക്ഷെ ഇതുപോലുള്ള വളരെ മോശമായിട്ടുള്ള സംഗതികൾ. ഇതിപ്പം ഈ കേരളത്തെ പോലെ ഗുൽബർഗ അടുത്തൊരു യുക്തി അവിടെ ആൾക്കാരെ കൊന്നുകളഞ്ഞ കണ്ടില്ലേ? ഒരു എന്താ അവരുടെ പേര് ഞാൻ മറന്നുപോയി. വലിയ ഓൾഡ് ഇഷ്യൂ ആയതല്ലേ. അതിന്റെ മഹാരാഷ്ട്രയിൽ ഒരു നിയമം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അപ്പൊ ഞാൻ അടുത്ത ആളിലേക്ക് പോകണം. എനിക്ക് സമയം കുറവായത് കൊണ്ടാണ്. ഓക്കെ, അനഘ കുറെ നാളുകൾക്ക് ശേഷം വിളിക്കുകയാണ്. അനഘ കേൾക്കാമോ? ഗുഡ് ഈവനിങ്. അനഘ, ഈ ദുർമന്ത്രവാദത്തിന്റെ കാര്യം ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇത് പലപ്പോഴും വീട്ടിലെ വയസ്സായ ആളുകൾ ഇത് പറയുന്നു. പക്ഷേ ചെറുപ്പക്കാർക്ക് ഇത് കുറേയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. അവർക്ക് ഇവരെ തിരുത്താൻ പറ്റുന്നില്ല. അത് ഈ മുതിർന്ന ആളുകൾ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരു നവവധുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു നവവധുവിനെയാണ് ഇതുപോലെ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കല്യാണമൊക്കെ കഴിച്ചൊരു നവവധു വരുമ്പം അവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ പിടിച്ച് കെട്ടിയിടുക, ഭസ്മം തീറ്റിക്കുക, ഏതോ ദുരാത്മാവുണ്ടെന്ന് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ഇതില് ഇപ്പം ഏജ് വെച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം വിശ്വാസം ഉള്ളിടത്ത് എല്ലായിടത്തും അന്ധവിശ്വാസം എന്ന സാധനവും ഉണ്ട്. പിന്നെ നമ്മൾ വിശ്വാസം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു പീസ്, ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതും തുടരാവും. അതുകൊണ്ട് സമാധാനം ഇല്ലെങ്കിൽ നിർത്തുക അവിടെ. അതായത് അന്ധവിശ്വാസം ഇപ്പം പല ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ അതോടായിരിക്കണം ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം എനിക്കറിയത്തില്ല. ഈ വിശ്വാസമാണെങ്കിലും അവിശ്വാസമാണെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ടൈപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇത് ചെറുപ്പക്കാര്, ഇത് ചെറുപ്പവും വലിപ്പവും ഒന്നും ഇല്ല. ഇത് ചുറ്റും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ആക്കിയേക്കും. ഇയാള് പറയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് എനിക്ക് ഫലം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആണോ അങ്ങനാണോ? എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും സക്സസ് ആവണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ചില ആൾക്കാർ ചുമ്മാ ഇരുന്ന് സക്സസ് ആവാൻ നോക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കാണും. അതാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഗൂഢാത്രത്തൊക്കെ പ്രയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത്. സാറ് മുമ്പ് പറഞ്ഞ ഇതിൽ എഡ്യൂക്കേഷൻ എന്ന സാധനമേ ഇല്ല. കാരണം ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും എത്രയോ ആൾക്കാരുടെ അടുത്ത് കയറി നിരങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഫാമിലി ദൈവം സഹായിച്ച് ഇങ്ങനെയുള്ള കൊനിഷ്ഠകളൊന്നും ഇല്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഞാൻ ഇങ്ങനെ പലയിടത്തുമായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. ഞാൻ ഇതൊക്കെ എന്തോ സാധനം. ഞാനപ്പം വിചാരിക്കും അപ്പൊ എന്റെ ഫാമിലി ദൈവം സഹായിച്ച് ഇങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എനിക്കാണെങ്കിലും വിശ്വാസമാണെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അമിതമായ അന്ധവിശ്വാസങ്ങൾ ഞാൻ നോക്കാറേ ഇല്ല. വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തോട്ടില്ല. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ അതാണ് അനഘയുടെ പ്രതികരണം. അപ്പൊ യുവാക്കൾ ഒക്കെ ഇതൊന്ന് മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ മനു കാസർഗോഡ് ഒരു MP കൂടോത്രം വെച്ചത് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സുധാകരനോട് ഇങ്ങനെ ആരോ കൂടോത്രം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതാണ് ഞാൻ അറിയുന്നത് ഗൗതം. ഓക്കെ, അപ്പോൾ ശ്രീ പ്രേമൻ ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കുറേ ദിവസമായി ശ്രീ പ്രേമൻ വിളിച്ചിട്ട്. ശ്രീ പ്രേമൻ ഇവിടെ സുഖമായിരിക്കുന്നു ചെന്നൈയിൽ? അപ്പം ഈ ഇവിടുത്തെ കൂടോത്ര കഥയൊക്കെ അവിടെ അറിയുന്നുണ്ടോ ശ്രീ പ്രേമൻ? അറിയുന്നുണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആണോ? എന്റെ വീട്ടിന്റെ നേരെ മുൻപത്ത് വീട്ടില് ഇതുപോലെ ഒരു കൂടോത്രം നടത്തുന്ന ഒരാൾ സ്ഥിരമായിട്ട് വരുമായിരുന്നു. എവിടെ, ചെന്നൈയിലോ കേരളത്തിലോ? ചെന്നൈയില്. അപ്പോ എന്നോട് നമ്മ ഒരു ഘട്ടം അപ്പോ നിറയെ പ്രശ്ന സങ്കീർണമായ ഒരു അന്തരീക്ഷമുള്ള സമയത്തായിരുന്നു. അപ്പോ എന്നോട് പിന്നെ വയറുവേദന അങ്ങനെയുള്ള അസുഖം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ള സമയത്ത് എന്നോട് പറഞ്ഞു, എന്റെ വൈഫ് പറഞ്ഞു നമ്മൾ അവരെ വിളിച്ചിട്ടൊന്ന് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട എന്നെ നിർബന്ധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് അവരെല്ലാം പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചില കാര്യങ്ങളിൽ പിന്നെ അത് പൊതുവിൽ പറയുന്ന ഈ ജ്യോതിഷം നോക്കുന്ന ആൾക്കാർ പൊതു പറയുന്ന ചില കാര്യങ്ങളെല്ലാം യോജിച്ച് പോകുന്ന സ്ഥിതിയിലുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ വൈഫിന്റെ വീട്ടിൽ പോയപ്പോ നിങ്ങളെ വൈഫിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യന്റെ അമ്മ കൈവശം തന്നില്ല. അതാ നിങ്ങൾക്ക് വയറുവേദന ഇങ്ങനെ പ്രശ്നങ്ങൾ
അപ്പൊ ഭാര്യയാണ് ഈ മന്ത്രവാദിയെ വിളിക്കാനായിട്ട് നിർബന്ധിച്ചത്. പക്ഷെ മന്ത്രവാദി വന്ന് ഭാര്യക്കെതിരെ തന്നെ. അത് കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞു തൃപ്തി ആയോ ചോദിച്ചു. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു അയാളോട് പറഞ്ഞ് ഈ കാലിനിട്ട ചെരുപ്പ് ഇത് കാലിന് ഇതുകം മാത്രമല്ല അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. എണീക്കുമോ മന്ത്രവാദി അടിച്ചോടിക്കേണ്ടി വന്നു ഭാര്യക്കും. പോയി പുറത്ത് നിൽക്കെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞത് നമ്മളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. എനിക്കിതൊന്നും വിശ്വാസമുള്ള കാര്യം എന്റെ ഭാര്യ നിർബന്ധിച്ചതിന്റെ പേരില് ഞാനൊന്ന് ശരി നോക്കിക്കളയാത്തി അടിച്ചിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വ്യക്തമാണ്. വളരെ രസകരമായ ഒരു അനുഭവം. അപ്പൊ ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുന്നത്. ഫോൺ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയായിരുന്നു ശ്രീ ശശിധരൻ വയലാർ. ഫോൺ കിട്ടിയല്ലോ ഇപ്പൊ? ആ, ഫോൺ കിട്ടുന്നില്ല എന്നിങ്ങനെ പരാതി പറഞ്ഞ ഫോൺ കിട്ടിയില്ലേ? മനു സൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. ആണോ? മനു ആകെ സൈൻ ചെയ്ത് ഇപ്പൊ ബോസൊക്കെ മാറ്റിയല്ലോ, നല്ല പുതിയ വേഷത്തിലൊക്കെ ആയി. ആ കോട്ട് ഞാൻ ഇന്ന് കോട്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. കോട്ട് ചിലർ പ്രശംസിക്കുമ്പോൾ കോട്ടിടും. പിന്നെ എനിക്കിങ്ങനെ ഒരേപോലെ അത് ഇടക്കിടക്ക് ഒരു മാറ്റം അനിവാര്യമല്ലേ നമുക്ക്? അതുകൊണ്ട് മാറ്റം നല്ലതാണ്. മാറ്റം എപ്പോഴും നല്ലത് തന്നെയാണ്. ഞാനിപ്പം മന്ത്രവാദി വിശ്വസിക്കാൻ പോവുകയാണ്. ഇപ്പം മന്ത്രവാദിയിലേക്ക് വിശ്വസത്തിലേക്ക് കടക്കുകയാണോ? വിശ്വസിക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇന്നലെ 45 മിനിറ്റ് സത്യം പറയാം 45 മിനിറ്റ് കൂട്ടി 6 പ്രാവശ്യം റിങ് ചെയ്തു. പക്ഷെ കോള് കിട്ടിയില്ല. അതായത് ഇപ്പൊ എനിക്ക് നേരത്തെ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ ഫോൺ കിട്ടാൻ വേണ്ടി മന്ത്രവാദം ചെയ്യാൻ പോകുന്നല്ലേ. മന്ത്രവാദം ചെയ്തോ? അത്ര നേരം നോക്കിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു മറുതയെ വിളിച്ച് ഞാൻ ഉള്ളരിഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് കോള് കിട്ടുന്നത് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്തു. അത് ശരി. അവിടെയൊക്കെ ഈ വയലാറിലൊക്കെ ഇതുണ്ടോ ശ്രീ ശശിധരൻ നായർ? പണ്ടൊക്കെ പറഞ്ഞു കേൾക്കുമായിരുന്നു. നമ്മുടെ അനുഭവത്തിൽ വളരെ കുറവാണ്. ചിലരൊക്കെ ഈ കൈവശം കൂടോത്രം എന്നൊക്കെ പറയും. ഈ കൈവശം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അത് ഛർദ്ദിപ്പിക്കുന്ന ഒരു കേന്ദ്രം, ഇങ്ങനെയൊക്കെ കേൾക്കാം. പക്ഷെ ഞാൻ പറയും കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷം അല്ലാണ്ട് വേറെ ഒരു കയ്യിലും വിഷം വരാൻ സാധ്യതയില്ല. ഇല്ലേ പിന്നെ തീർത്ത് കളയാം എന്ന് കരുതി എടുക്കുന്ന വിഷം മാത്രമേ ഉള്ളൂ. ഈ കൈവശവും കൂടോത്രത്തിൽ ഒക്കെ എന്ന് പറയും. ഈ ദാക്ഷിണ കേരളത്തില് ഈ 2025 ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഏതോ ഒരു ലോകത്തായി പോകും. കാരണം ഇതൊക്കെ ഒരു സ്വർഗവും ഇല്ല നരകവും ഇല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടത്തൊക്കെ തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഗൗതം എന്നോട് ചോദിക്കുന്നുണ്ട്, മനു ഈ മന്ത്രവാദത്തിൽ മനു വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയും. ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഒരാൾക്ക് ആർക്കും അമാനുഷികമായി എന്തെങ്കിലും ചെയ്ത് മറ്റൊരാളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അതിനപ്പുറത്തേക്ക് മന്ത്രവാദം കൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്ന, അടിക്കുന്ന, ഇങ്ങനെ ഭസ്മം തീറ്റിക്കുന്ന, കെട്ടിയിടുന്ന ഈ രീതികൾ അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. അതിനെതിരെ ശക്തമായ നടപടികൾ വേണം എന്നതാണ്. ഇത് ആകെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പ്രാർത്ഥന കൊണ്ട് അവനവനിൽ ഒരു കുറേ കൂടെ ധൈര്യവും ഊർജ്ജവും ഒക്കെ സ്വയം സംഭരിക്കാനൊക്കെ ഉള്ള കഴിവ് കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മായാസിദ്ധി ഈ ലോകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുകയാണ്. ശ്രീ പീതാംബരനിലേക്ക് ഞാൻ കേൾക്കുന്നില്ലെന്നോ? ഓക്കെ, ശ്രീജ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ശ്രീജ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണേ. പൂജപ്പുര. ഓക്കെ. മാർജനം ചെയ്യാനായിട്ട് ഇത് നിയമം ഉണ്ടായാൽ മാത്രം പോലെ അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും കൂടി ചെയ്യണം. കാരണം ഞങ്ങളോട് താമസിക്കുന്ന ഇത്രയും സ്ഥലം വാങ്ങിച്ചതിന് മുമ്പ് എല്ലാരും പറഞ്ഞോട് താമസിക്കാൻ കൊള്ളൂല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. കാരണം സംഭവം ഞങ്ങളുടെ സ്ഥലം നല്ല സ്ക്വയർ ഷേപ്പാണ് അങ്ങ്. പൂജപ്പുരയിലോ? അപ്പോഴത്തേക്കും എല്ലാവരും താമസിക്കാൻ പാടില്ലേ? അല്ല സാറേ, അത്യാവശ്യം നല്ല സ്ഥലമാണ് ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം അങ്ങ്. അപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞോട് താമസിക്കാണ്ട് കൊള്ളൂല്ല, ഇവിടെ താമസിച്ചവർക്കൊക്കെ അതും ഇതുമൊക്കെ വന്നു പോയിട്ടുണ്ട്. അത് രസമുണ്ട്. പക്ഷെ ഞങ്ങള് ശ്രീജ ഏത് മേഖലയിൽ വീട്ടമ്മയാണോ എന്തെങ്കിലും ജോലി എടുക്കുന്ന ആളാണോ? അല്ല സാറേ, വീട്ടമ്മയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ കുടുംബാംഗങ്ങൾ, മറ്റുള്ള അംഗങ്ങൾ, കുടുംബത്തിലെ ആളുകളൊക്കെ എന്ത് പറഞ്ഞു? അതിന്റെ സാറേ പൊതുവെ ഞങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോ നോക്കണമ്പോ ഹസ്ബൻഡ് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഭസ്മം, കുങ്കുമം ഇതൊക്കെ തളിച്ചിട്ടിരിക്കുന്ന കാണാൻ രാവിലെ. അത് ശരി. ഭർത്താവ് എന്താ ജോലി ചെയ്യുന്നത്? എന്തോ? ഭർത്താവിന്റെ ജോലി എന്താണ്? ഭർത്താവ് ഡ്രൈവറാണ് സാർ അങ്ങ്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇങ്ങനെ ഭസ്മൊക്കെ കൊണ്ടിടുകയാണോ? എന്നിട്ട് ഞങ്ങള് ഇവിടെ കൊണ്ടുവന്ന് വാഴയൊക്കെ നടാൻ വേണ്ടി വാഴയൊക്കെ കുഴി എടുക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കുറെ ചരട്, കുപ്പിക്കകത്ത് കുറെ വെള്ളം, ഇതൊക്കെയാ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഞങ്ങൾ തൊട്ടടുത്തോടെ ആളുമായിട്ട് ചെറിയൊരു
തർക്കമുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ഇഷ്യൂ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞു അയാളോട് എതിർക്കല്ലേ, കാരണം അയാൾ ഞങ്ങളെ അങ്ങ് ചെയ്ത് കളയും, തുരത്തി കളയും എന്നൊക്കെ പറഞ്ഞു വിടുന്ന അങ്ങ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു ഏകദേശം 25 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വന്നിട്ടുമില്ല. ഇങ്ങനെ സാർ ഇങ്ങനെ ഇപ്പൊ ഇതിന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എപ്പൊ നോക്കുമ്പോഴും വീടിന്റെ ഫ്രണ്ടില് ഈ അങ്ങ് ചരട് അത് ഇതൊക്കെ കെട്ടിയിടുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പം ഈ കാലം എത്ര പുരോഗമിച്ചതൊന്നും കാര്യമില്ല സാർ, ഇതിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടങ്ങ്. എന്താ ചെയ്യുക? ഇത് സത്യം പറഞ്ഞാൽ സാറേ അല്ല സാധാരണ ഞാനാണെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോ പേടിച്ചു പോകില്ല. നമ്മുടെ വീടിന്റെ മുന്നിൽ ആരെങ്കിലും പുരോഗമിച്ചിട്ടും ആൾക്കാർ ഇപ്പോഴും ഈ എന്താ പറയാ ഈ ജാമ്പവാന്റെ കാലത്ത് താമസിക്കുന്ന എന്താ പറയുക. ശരി, ഓക്കെ. അപ്പോൾ ഏതായാലും ശ്രീമതി ശ്രീജ പൂജപ്പുരയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ അവസ്ഥയാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ. അപ്പോൾ പോൾ ജോസഫ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ പോൾ ജോസഫ്. നമസ്കാരം സാർ. ശ്രീ പോൾ ജോസഫ് തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. ഞാൻ തൃശ്ശൂർ വിയ്യൂരെ അടുത്ത് കോളങ്ങാട്ടുകര എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. ഈ കോളങ്ങാട്ടുകരയിൽ മന്ത്രവാദികളുണ്ടോ ശ്രീ പോൾ ജോസഫ്? കോളങ്ങാട്ടുകര ഇവിടെ ഒന്നാന്തര ഒരു ദുർമന്ത്രവാദി ബാനറൊക്കെ അടിച്ച് നല്ല കളർഫുൾ ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. മന്ത്രവാദം തന്നെ സുന്ദരമായ നല്ല ബെസ്റ്റ് കളറിലെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മള് മന്ത്രവാദി എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ ആളുകൾക്ക്? എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വശത്തേക്ക് പോകുമ്പോ അങ്ങനെ നോക്കാറില്ല. കാരണം ചിരിക്കാനാ തോന്നുന്നത്. സത്യം പറഞ്ഞ സാറേ, നമ്മുടെ മിഥുനം സിനിമയിലെ ആ നെടുമുടി വേണുവിന്റെ ആ ഒരു സീനുണ്ടല്ലോ, ഇപ്പൊ പൊട്ടും എന്നുള്ളത്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വാസ്തവത്തിൽ ആ ഒരു രംഗം ഇത് നമ്മൾ ഈ നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയ്ക്കധികം പുരോഗമിച്ചിട്ടുള്ള നമ്മള് ഇതേപോലെയൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവം കഷ്ടം എന്ന് പറയും. വിശ്വാസം നല്ലതാണ്, വിശ്വാസമാണ്. ഞാനൊരു ഈശ്വര വിശ്വാസി തന്നെയാണ്, വിശ്വസിക്കണം. പക്ഷേ സമൂഹത്തിന് നന്മ ചെയ്യാനും ആളുകളോട് കരുണ കാണിക്കാനും അല്ലേ കൂടുതൽ. അതെ സാറ്, ഞാൻ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ കാര്യം ഓർക്കാണ്. നമുക്കിപ്പോ ഒരു വിഷമങ്ങൾ വരും, നമ്മളൊരു ഈശ്വരനിൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കാം, അതൊക്കെ നമുക്ക് സമ്മതിക്കാം, അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഇതില് ഈ നക്ഷത്രാമയെ കൊണ്ടും വെള്ളിമൂങ്ങയെ കൊണ്ടും മറ്റിത് കൊണ്ടും ഇതൊക്കെ കിട്ടുമെന്ന് പറയുന്നത് എന്തൊരു വിശ്വാസമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമ്മള് കൂടുതൽ വിദ്യാഭ്യാസം നേടും തോറും നമ്മൾ 15ാം നൂറ്റാണ്ടിലേക്കാണോ പോകുന്നത്, ഇൻക്വിസിഷന്റെ കാലത്തേക്കാണോ പോകുന്നതെന്നാണ് എന്റെ സംശയം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി അങ്ങ് എന്തായാലും ഈ ആഭിചാരക്രിയയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പൊ പക്ഷെ ഈ മണിമലയിലൊക്കെ ഇതുണ്ടോ? അവിടെയൊക്കെ ആളുകൾ എന്താ പറയുന്നത് ഇതിനെ പറ്റി? നമസ്കാരം. ഞങ്ങൾ പൊതുവെ മണിമലക്കാര് പൊതുവെ ഈ പുരോഗമനവാദികളും ഒക്കെയാണ് കാര്യങ്ങൾക്കൊക്കെ മുക്തരായിട്ട് പുരോഗമനവാദികളൊക്കെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ അറിവ് എത്ര കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസം കുറഞ്ഞു വരുമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നോക്കൂ, നമുക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പണ്ട് ശബരിമല തീ പിടിക്കുമ്പോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ പേരൊന്നും പറയണ്ടല്ലോ, പാർട്ടി ഏതാന്ന് പറയണ്ട. പക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഈ കേരളം കത്തിക്കില്ലേ? ഗണപതി മിത്താണെന്ന് നമ്മുടെ സ്പീക്കർ പറഞ്ഞപ്പോ ഉണ്ടായ വിപ്ലവമൊക്കെ നമുക്കറിയാം. അല്ല, അതില് സ്പീക്കർക്ക് ഒരു വേറൊരു പ്രശ്നം പറ്റി. സ്പീക്കർ ഒരു മതത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ, മറ്റേ മതത്തിന്റെ കാര്യം പറയുന്നില്ല. സ്പീക്കർ ഗണപതി മാത്രമേ മിത്താണെന്ന് പറയുന്നുള്ളൂ. വേറെ മതങ്ങളിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോ അതൊക്കെ സയൻസ് ആണെന്നാണ് പറയുന്നത്. അവിടെയാ പ്രശ്നം, അവിടെയാണ് വിഷയം. അവിടെ പ്രശ്നമുള്ളൂ. അങ്ങനെയല്ല, അതാണ് അതൊരു വേറൊരു തരം ഇരട്ടത്താപ്പാണ്. ഈ ഹിന്ദു മതത്തിൽ നവോത്ഥാനം, പുരോഗമനവാദം ഇതെല്ലാം വേണം, വേറെ മതത്തിൽ ഇത് വേണ്ട. അവിടെയുള്ള വിശ്വാസങ്ങളെല്ലാം വളരെ കറക്റ്റാണ്, അത് മിത്തല്ല, സയൻസ് ആണെന്ന് പറയുകയും ഇവിടെയുള്ളത് മിത്താണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് സ്പീക്കർ വിമർശനത്തിനിടയായത്. സ്പീക്കറോട് ആളുകൾ ചോദിച്ചല്ലോ, അപ്പൊ സ്പീക്കർ അപ്പൊ പറയണ്ടേ എന്നാ അതും മിത്താണെന്ന്. ആ ധൈര്യമില്ലായ്മയാണ് രാഷ്ട്രീയത്തിൽ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വോട്ട് ബേസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആളുകൾ അതറിയണമെന്നുണ്ടെങ്കിലേ AT കോവൂരിന്റെ പുസ്തകങ്ങൾ വായിക്കണം. അതൊക്കെ നമ്മളിപ്പോ AT കോവൂരിന്റെ പുസ്തകം വായിക്കാത്തവരും ജീവിക്കണ്ടേ നാട്ടിൽ? അതുപോലെ അല്ല, വായന അതിന്റെ ഞാൻ പറഞ്ഞ വായന വേണമെന്ന്. വായന ഇല്ലാത്തതല്ലേ കുഴപ്പം? അല്ല, അങ്ങനെ അല്ല, അങ്ങനെ അതൊക്കെ മണിമലി ഞാനുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം അങ്ങ് പറയുന്നത് ശരിയാണ്, വായന വലിയ കാര്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ നേരെ തിരിച്ചു വരാം. ഒന്നും വായിക്കാത്ത ആളുകൾക്ക് ഉദാത്തമായി ചിന്തിക്കാം. ഭഗവാൻ ബുദ്ധൻ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടാണോ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എപ്പോഴെങ്കിലും ഇരുന്ന് പുസ്തകം വായിക്കുന്ന കണ്ടിട്ടുണ്ടോ?
അവരൊക്കെ സ്വന്തം ഉള്ളിൽ നിന്ന് ചിന്തിച്ച് മനനം ചെയ്ത് എത്രയോ മഹത്തരമായ ആശയങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നവീകരിക്കപ്പെടണം എന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ അങ്ങേക്ക് മറിച്ച് വിചാരിക്കാം കേട്ടോ. അപ്പോൾ വായിക്കുന്നതിലല്ല നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം എന്നാണ് എൻ്റെ ഒരു നമ്മുടെ സ്കൂളുകളിലൊക്കെ മഹാഭാരതത്തിൽ നിന്നും മറ്റുള്ള അതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അതിന്റെ കൂടെ മഹാഭാരതം എന്ന് പറയുന്നത് അതല്ല, അതൊരു ഇതിഹാസം. ഞാൻ പറയാനല്ലേ വിളിച്ചത്, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാം. അല്ല, അത് അങ്ങ് മഹാഭാരതം പഠിപ്പിക്കുന്നത് മഹാ തെറ്റാണെന്ന് പറയുമ്പോൾ അതും അന്ധവിശ്വാസമായിട്ട് അതിന്റെ ബാക്കി പറയാൻ സമ്മതിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് പകരം അല്ലെ അതിന്റെ കൂടെ തന്നെ പഠിപ്പിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. സയൻസും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതല്ല ചോക്കിക്കയറി റെഡിയൊക്കെ പറയട്ടെ. അതായത് സഹോദരൻ അയ്യപ്പൻ എഴുതിയ സയൻസ് ദശകം എന്നൊരു പുസ്തകമുണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങ് എന്റെ പുസ്തകത്തിന്റെ വലിയ പട്ടിക ചോദിച്ചിട്ട് അത് കേൾക്കാത്തതുകൊണ്ട് ഞാൻ കുറവുള്ള ആളാണെന്ന്. ഇതിപ്പോ അങ്ങ് പറയുന്നത് മക്തി തങ്ങളുടെ കടോര കുടാരം അങ്ങ് വായിച്ചിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് അറിയില്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ അത്ര വലിയ വാരിയുള്ള ആളാണെന്ന് ഞാൻ അങ്ങനെ കുറ്റം കൊള്ളുന്ന ഒരാളല്ല. അതും കൂടെ വേണം. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് യുക്തിസഹമായി ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. എല്ലാ ആൾക്കാരും യുക്തിസഹമായിട്ട് ചിന്തിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓഫീസില് ഇവിടെയല്ല, വിജയവാഡയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ തൂക്കാനും വരാനും ഒക്കെ വരുന്ന ഒരു വലിയ പ്രായമുള്ള തള്ളയുണ്ടായിരുന്നു, കോൺട്രാക്ടർ ലേബറിന്റെ ജോലി ചെയ്യുന്ന ആള്. അവര് പെട്ടെന്ന് കയറി ഇങ്ങനെ തുള്ളാൻ തുടങ്ങി. അവരുടെ ശരീരത്ത് എന്തോ ഒരു ഭൂതം കയറിയതുപോലെ. അപ്പോഴേക്കും ഞാൻ ഓഫീസിൽ ഇരുന്ന് എന്നെ ആൾക്കാർ വിളിച്ചു. ഞാൻ അവിടുത്തെ മാനേജരായിരുന്നു. എന്നോട് സാറേ ഒരു പ്രശ്നം, ഓടി വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ കിടന്ന് തുള്ളുക. അവരുടെ ശരീരത്തെ എന്തോ ദൈവം കയറിയ പോലെ, തെലുങ്കിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെയുള്ളവരൊക്കെ അപ്പോഴേക്കും അവർക്ക് ഭക്തിയായി ഈ തള്ളെ തൊഴാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറഞ്ഞു, ഡ്രൈവറോട് ജീപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ ജീപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തി, അവിടെ മുമ്പിലോട്ട് നിർത്തി കയറുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ബാധ പോയി. അത്രേ ഉള്ളൂ. അത്രേ സംഭവമുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യമില്ല. കാര്യമുണ്ടെന്ന് വിചാരിച്ച് മന്ത്രവാദിക്കെല്ലാം കാശും കൊടുത്ത് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം ഈ പറഞ്ഞ പോലെ കേസെടുത്ത് അവരെല്ലാം അഴിക്കുള്ളിലാക്കണം. അതിന് നിയമം ഉണ്ടാവണം. നിയമം ഇപ്പൊ തന്നെ താമസിച്ചിരിക്കുന്നു. പിന്മാറിയെന്നല്ലേ പറയുന്നത് സർക്കാർ. അതല്ലേ കോടതി ചോദിച്ചത്. മാറാൻ പാടില്ല. കാലം കഴിയുന്നതോറും ഇത് പിന്നെ കൂടിക്കൂടി വരിക. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അപ്പൊ ശ്രീമതി അപ്പോൾ എന്നോട് എനിക്ക് ഇനി ഷമിത്തുണ്ട്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അങ്ങനെ പിന്നെ ബാധ കയറിയ ഒരു സ്ത്രീയെ ജീപ്പ് കൊണ്ടുവന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ രസകരമായൊരു കഥയാണ് പറഞ്ഞത്. അപ്പോൾ ഷമിത്ത് തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ഷമിത്തിന് തലശ്ശേരി പക്ഷേ പണ്ട് തൊട്ട് തന്നെ കുറേയൊക്കെ ഒരു പുരോഗമനം ഉൾക്കൊണ്ടൊരു നാടാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ അവരെക്കാൾ ഉന്നതമായി ചിന്തിച്ച ആളാണ് അല്ലേ? ഞാൻ പറയാം സാറേ, നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുമ്പോ തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പലതവണ ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് അറിയാവുന്ന നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ അതിന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു, നമ്മുടെ അജിത്ത് വക്കീൽ. അതാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്ത. ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല പിണറായി സർക്കാരിന്റെ. മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ചോ കേരളം ഇത്ര മുന്നേറാൻ കാരണം നമുക്ക് നല്ല 2-3 സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. പിന്നെ വിഷയത്തിലേക്ക് വന്നാല് നമ്മളെ വിശ്വാസികളുണ്ടാവും, ഈ ബ്ലാക്ക് മാജിക് കളിക്കുന്നവരുണ്ടാവും, പിന്നെ വിപ്ലവവാദികൾ ഉണ്ടാവും, നിരീശ്വരവാദികളുടെ സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അവർക്ക് അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമം പാസ്സാക്കാൻ പറ്റുന്നില്ല ഇതുവരെ. അതാണ് ഇതിലെ ഒരു കാലത്ത് EMSന്റെ സമയത്ത് ശരിയത്ത് നിയമത്തിന് എതിരായിരുന്നു. ഇപ്പം ട്രാക്ക് മാറി. ഇപ്പൊ വിശ്വാസികൾ കൂടിയാണ് പല ക്ഷേത്രങ്ങളിലും നുഴഞ്ഞു വരുന്നു. അവരുടെ മാനേജ്മെന്റിന്റെ ഇടയ്ക്ക് പൊന്നൊരുക്കുന്നിടക്ക് പൂച്ചക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് സഹാക്കള് ക്ഷേത്രങ്ങളിൽ കയറുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗൗതം പക്ഷേ കൃഷ്ണൻകുട്ടി മണിമലയെ പിന്തുണയ്ക്കട്ടെ. വായന അറിവ് നേടാൻ, ഞാൻ അറിവ് നേടാനെന്നൊക്കെ ഞാൻ സമ്മതിച്ചിട്ടോ, വായന അറിവ് നേടാൻ. പക്ഷേ ഞാൻ പറയുന്നത് ചില ഉള്ളിലുള്ള ചില അറിവുകൾ കിട്ടാൻ വായന ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്, ശ്രീബുദ്ധൻ്റെ. കാരണം എത്ര മഹത്തരമായ ഒരു ആശയം അദ്ദേഹം ലോകത്തിന് മുന്നിൽ വെച്ചു. ശാന്തിയുടെ, സമാധാനത്തിൻ്റെ 8 ശീലങ്ങൾ, 10 മാർഗങ്ങൾ അദ്ദേഹം ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. എനിക്ക് അറിയില്ല എത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടാണോ എന്നറിയില്ല. വലിയ വായനക്കാരനാണ് ബുദ്ധൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ചിന്താഗതി ശരിയല്ലെങ്കിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്ത് കാര്യം? ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന പല ആളുകളും വലിയ കൂട്ടക്കുരുതികൾക്കൊക്കെ അതിന് സഹായം ചെയ്തെന്ന് പറഞ്ഞ കഥകൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൗതമിന് ഞാൻ സ്പീക്കറെ വിമർശിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ്. സുനിൽ അനഘയെ പിന്തുണയ്ക്കുന്ന അനഘ അവിടെ എനിക്കാണോ സുനിലിനാണോ സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഞാൻ ഇപ്പം മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ക്രിയാത്മക വിഷയം എടുക്കായിരുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഗൗതം, ഇപ്പോൾ ആളുകൾ വിവരിച്ച കണക്കനുസരിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇത്തരം തവള കരയുന്നതിൻ്റെയും കൂടോത്രക്കാരൻ വന്നതിൻ്റെയും അതുപോലെ സ്ത്രീകൾക്ക് ബാധ കയറിയതിൻ്റെയും ഒക്കെ ഒട്ടനവധി സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊരു മടാച്ചിറ ആഭിചാര പീഡനം മാത്രമല്ല, ഇത് ഉറക്കമരുന്ന്, അസുര ചികിത്സ, പിന്നെ അതുപോലെ ധനം വരുമെന്ന് പറഞ്ഞ ആളുകളെ പലതരത്തിലുള്ള പൂജകൾക്ക് വിധേയരാക്കൽ, കർമ്മമഠ ഋഷി ചികിത്സ, ശ്മശാന പൂജ, ശാപമോക്ഷം കിട്ടാൻ ചുട്ടുപൊള്ളിക്കൽ, ഇങ്ങനെ നിരവധി കരിങ്കുട്ടി ബലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ കേരളത്തിൽ നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ചർച്ച ചെയ്ത് ഇത് മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? കേരളം എത്ര കണ്ട് പുരോഗമനപരമായി ചിന്തിക്കേണ്ട ഒരു സമൂഹമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. ഈ പോത്തങ്കോടൊക്കെ ഇങ്ങനെ മന്ത്രവാദികളൊക്കെ ഉണ്ടോ ശ്രീ ഉണ്ണികൃഷ്ണൻ? ഇവിടെ അതിന്റെ ഏരിയയാണ് കാര്യം. നിങ്ങൾക്കറിയില്ലേ, പിന്നെ ഇവിടെ 4 ദൈവങ്ങളെ എല്ലാത്തിന്റെയും കേന്ദ്രമാണെന്നുള്ള ഇതാക്കി അറിഞ്ഞൂടെ പോത്തങ്കോട് പരിസരമൊക്കെ. ഇവിടെ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെള്ളം ഓതിക്കൊടുക്കുക, ഇതൊക്കെ സംഗതിയൊക്കെ തിരക്കിയപ്പോഴാണ് നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചത്. സംഗതി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഈ ഔഷധ ഗുണങ്ങളുള്ള ഇലകളൊക്കെ പറിച്ച് ഈ വെള്ളത്തിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അതിനെ നല്ലവണ്ണം അരിച്ചെടുത്ത് കൊടുത്താണ് സംഭവം. തുളസിയില പോലുള്ളതൊക്കെ. ഇതാണ് ഈ ചേന്തി അടിക്കും മറ്റു കാര്യങ്ങൾക്ക്. പിന്നെ ഇവിടെ ആൾദൈവങ്ങളുടെ ഒരു കേന്ദ്രമാണ് ആശ്രമങ്ങളും മറ്റ് ഇതുപോലുള്ള എനിക്കറിയില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും അതേ ഉള്ളു. എന്തായാലും താങ്കൾ മണിമല നമ്മളെ കൃഷ്ണൻകുട്ടി അണ്ണനുമായിട്ട് ചേർന്ന് ഉടക്കിയത് ഒത്തിരി ശരിയായില്ല. എന്നറിയാം, പുള്ളിക്കാരൻ പറഞ്ഞില്ലേ പുസ്തകങ്ങൾ വായിക്കണം, രാമായണം ഒന്നും വായിച്ചില്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞത്. കട്ടൻ ചായയും പരിപ്പോടെയും ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കിട്ടും. അത് നിങ്ങൾ വായിക്കാത്തോണ്ടാണ് കേട്ടോ. കട്ടൻ ചായയും പരിപ്പോടെ എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എപ്പോഴും ഇംഗുലാ സിന്ദാബാ എന്നുള്ള പാട്ട് പാടി നടന്നാലും നല്ല മാറ്റങ്ങൾ. അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പോട്ടെ, അദ്ദേഹം നമ്മുടെ പ്രേക്ഷകനായിരുന്നു. അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഒരു കേൾക്കാൻ കൊള്ളായിരുന്നു. പക്ഷേ വന്ന് അദ്ദേഹം എനിക്കെന്തോ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിലും ഇന്നലെ എനിക്കെന്തോന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ദീപുവും അദ്ദേഹവും കൂടെ ഒരുമിച്ച് വന്നിട്ട് എന്താ സംഭവിച്ചത്? രണ്ടുപേർക്കും ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, കുറച്ച് ദിവസം മുമ്പൊക്കെ ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഈ ശബരിമല വിഷയവും കാര്യങ്ങൾ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും കാണാനില്ലായിരുന്നു. പോട്ടെ, നമുക്ക് ഏതായാലും നമ്മുടെ രണ്ടുപേരും പ്രിയപ്പെട്ട ആളുകളാണ്. ഓക്കെ, ശരി, ഓക്കെ. നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകാം, നമുക്ക് ഈ വിഷയത്തിലേക്ക്. അപ്പോൾ തങ്കച്ചൻ കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണ്. ഈ തങ്കച്ചൻ കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാറേ. തങ്കച്ചൻ ടൗണിൽ നിന്നാണ് അല്ലേ? കോട്ടയം ടൗണിൽ നിന്ന്? അല്ലല്ല, ഞാൻ ഗ്രാമപ്രദേശമാണ് സാറേ. എനിക്ക് പറയാനുള്ള ഏത് സ്ഥലം എവിടെയാ? സ്ഥലം എന്ന് പറഞ്ഞാൽ പൊൻകുന്നം. പൊൻകുന്നം. അപ്പം ഞാൻ ചോദിച്ചത്, ഈ പൊൻകുന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ ഇങ്ങനെ മന്ത്രവാദികളൊക്കെ പരസ്യമൊക്കെ ചെയ്യുന്നുണ്ടോ? അതോ ആളുകൾ അങ്ങനെ വിശ്വാസമൊക്കെ എപ്പോഴും ഉണ്ടോ? ഉണ്ട്, വിശ്വാസികളും ഉണ്ട്, പരസ്യങ്ങളും ഉണ്ട്. നമ്മളിത് കണ്ടില്ല. ഈ വന്നിരിക്കുന്ന ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ സംഭവം ഇന്നത്തെ അതിനെ എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ കണക്കാക്കുന്നത്? ഇതൊക്കെ മണ്ടത്തരങ്ങളെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മനുഷ്യൻ ഗംഭീരമായിട്ടിരിക്കുന്ന ആയുസിനെ ആർക്കും നീക്കാനോ മാറ്റാനോ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ വിശ്വാസിയാണ്. അപ്പൊ ഈ മാടച്ചിറ വീട്ടിൽ ശിവദാസന്റെ ഒക്കെ ഇതുപോലെ ആളുകൾ അവിടെ സാധാരണക്കാരാ അങ്ങനെ ഉണ്ടോ ശ്രീ തങ്കച്ചൻ? ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരില്ല. പിന്നെ സാറേ, ഈ ദുരാത്മാക്കളെ ഒഴിവാക്കാം ഇങ്ങനെ മന്ത്രവാദം ചെയ്തെന്ന അവിടെ എങ്ങനെയാണ്? വലിയ വിശ്വാസം ഉണ്ടോ? അത് അങ്ങനത്തെ വിശ്വാസമുള്ളവരിലൊക്കെ ഉള്ളവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കാം. എന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിശ്വാസിയാണ്. ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കക്ഷിയാണ്. പള്ളിയിലും പോകും, അമ്പലങ്ങളിലൊക്കെ പോകുന്ന കക്ഷിയാണ്. ഇപ്പൊ കൃഷ്ണൻകുട്ടി ഒരു കാര്യം പറയും, മണിമലക്കാരൻ പറയും. മണിമലക്ക് തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, സാറ് കേട്ട് കാണും, മുണ്ടക്കത്ത് വള്ളിയാങ്ക അമ്പലം. അത് പ്രശസ്തമായൊരു അമ്പലമാണ്. അവര് പറഞ്ഞ പോലെ കരിങ്കുറ്റിയതിന്റെ പൂജകളും മുസ്ലികളും നടത്തുന്ന ഒരു അമ്പലം. അത് കൃഷ്ണൻകുട്ടി പറഞ്ഞില്ല. കാരണം കൃഷ്ണൻകുട്ടി അവിടെ പോകുന്നുണ്ടായിരിക്കും, അന്ധവിശ്വാസം പറയുകയും അന്ധവിശ്വാസത്തിന് പ്രയത്നിക്കുന്ന ഒരു കക്ഷിയായിരിക്കും. അങ്ങനെയായിരിക്കും അതുകൊണ്ട് പറയാൻ കാര്യം. അല്ല, അദ്ദേഹം മന്ത്രവാദത്തെ അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ്. അതെനിക്ക് അദ്ദേഹത്തെ പിന്നെ പൊതുവേദിയിൽ സ്ഥിരമായി അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ മണിമലയിൽ വലിയ പുരോഗമനവാദിക്കായിരുന്നു. അപ്പൊ അവിടെയും ഇത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? എല്ലായിടത്തും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമില്ല ഞാൻ പറയുന്നത് സാർ, അതിദാരിദ്ര്യമുക്ത കേരളം എന്ന്. അതിനൊരു കുപ്പം കൂടെ പറഞ്ഞു, ദൈവത്തിന്റെ നാടെന്ന്.
പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ സ്വർണം മോഷ്ടിക്കുന്നവരൊന്നും പറഞ്ഞിട്ടില്ല, നാടൊന്നും പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ സ്വർണം മോടിക്കുന്ന നാടൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ഈ കൃഷ്ണൻകുട്ടി ഒന്നും പറയില്ല, അവരുടെ ചെവി കേൾക്കത്തില്ല, ദീപുവിന്റെ ചെവിയിലും കേൾക്കത്തില്ല. പക്ഷെ അങ്ങനെയായിരുന്നു നമ്മൾ ആർക്കും കൊണ്ടും വിശ്വസിക്കാം, എന്തിനു വേണം വിശ്വസിക്കാം. വ്യക്തമാണ്, അത് സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടാണ്. ഓക്കെ, ചന്ദ്രൻ നായർ, ശ്രീ ചന്ദ്രൻ നായർ. മനുസാറിനോട് ആരോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, വീടിന്റെ മുന്നിൽ എന്താ വെച്ചാൽ തെറ്റിപ്പോ കഴിഞ്ഞാൽ സാർ ഭയന്നു പോകുന്നു. അങ്ങനെ ഭയക്കുന്നവരെയാണ് സാർ അവർക്ക് ആവശ്യം. അങ്ങനെ ഭയക്കുന്നവരാണ് സാർ അവർക്ക്. അങ്ങനെ ഭയക്കാന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി ഒന്ന് അസ്വസ്ഥരാകില്ലേ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ എന്തെങ്കിലും മുട്ടയോ? ശരിയാണ് സാറേ. ഈ ഒരു 4 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി സാറേ. എനിക്കെന്ന് വെച്ചാൽ 70, ഞാൻ വേഗം അവസാനിപ്പിക്കാം സാർ. 70ാമത്തെ വയസ്സാകുമ്പോ സന്തോഷത്തോടെ മകൾ എന്താന്ന് വെച്ചാൽ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു തന്നു. ഞാൻ കാർമൽ സ്കൂളിൽ ഒരു പൊതു ഫംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് മാല എന്റെ ഇല്ല. മാല എന്റെ ഇല്ല, മാല നഷ്ടപ്പെട്ടു പോയി. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, അവരെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എന്ന് വേണ്ട എല്ലാ രീതിയിലും ചന്ദ്രൻ നായരുടെ മാല നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരം ജനം മുഴുവൻ അറിഞ്ഞു സാർ. 4 ദിവസം കഴിഞ്ഞപ്പോ സാർ ഞാൻ കഴിക്കുന്ന ഗുളികയുടെ പെട്ടിക്കകത്ത് ഇത് കിടക്കുകയാണ് സാർ. ഇതിനിടയ്ക്ക് ഈ മാല കിട്ടി സാർ. എന്താണെന്നറിയാമോ, നമ്മൾ ഇവിടെ പലരും പറഞ്ഞു എന്ന് വെച്ചാൽ വെറ്റയും വാങ്ങിച്ചുകൊണ്ട് പെക്കോളൂ, പോയി കഴിഞ്ഞാൽ മാല ആരുടെ കയ്യിലാണ് ഇരിക്കണേന്ന് പലരും എന്നോട് പറഞ്ഞു. വെറ്റ, പിന്നെ ചുണ്ണാമ്പ് വെള്ളത്തിൽ നോക്കും, അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞു സാർ. ഞാൻ പോയിരുന്നെങ്കിൽ അവിടെ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണ് സാർ അവസ്ഥ. അതായത് ഈ മാല കിട്ടി ഇല്ലേ സാർ? മാല എന്ന് വെച്ചാൽ ഈ പെട്ടിക്കകത്ത് മറന്നു വെച്ചതാണോ മരുന്ന് കഴിക്കുന്ന സാർ? ഗുളിയ പെട്ടിക്കകത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് മാല ഇടുവോ സാർ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഗുളിയ പെട്ടിക്കകത്ത് മാല ഊരി ഇട്ടു, ഞാനന്ന് മറന്നു. ഞാൻ തിരിച്ചു വന്ന് മാല ഊരുന്നു സാറേ. പ്രായം പ്രായമായി നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തു പോകും അറിയാതെ. ആ സമയത്ത് തൽക്കാലത്തേക്ക് അവിടെ എടുത്തു വെക്കും, പിന്നെ അത് മറന്നു പോകും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പൊതുപ്രവർത്തനായ ഫ്ലാഷ് ആയിട്ടാണ് എന്നോട് പറയുന്നത് ഇന്ന സ്ഥലത്ത് ചുണ്ണാമ്പ് വെള്ളത്തിൽ നോക്കി കിട്ടിയ ആളിനെ പറഞ്ഞു തരുമെന്ന് സാർ. ഞാൻ നിർത്തുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ സാർ, ശരി. അപ്പൊ ഏതായാലും മറ്റേ ഗൗതം എന്നോട് പറയുന്നത് ദീപുവിനെയും മണിമലയൊക്കെ അധിക്ഷേപിച്ചതിനോട് യോജിക്കാൻ കഴിയില്ല അവർ പറയുന്നതാണ്. ശരിയാണ്. ഓക്കെ, പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്. ഹലോ. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ അമ്പലത്തിൽ വെളിച്ചപ്പാട്. CPI-യുടെ വെളിച്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനാണോ? വെളിച്ചപ്പാട് CPI-യുടെ വലിയ ആളാ. പുള്ളി അമ്പലത്തിൽ നിന്ന് പോലെ. പക്ഷെ അവിടുത്തെ അമ്പലത്തില് അയ്യപ്പന്റെ അമ്പലത്തില് ഉത്സവത്തിന് വെളിച്ചപ്പാടുമില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ വൈകുന്നേരം പതുങ്ങി ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. ജ്യോത്സ്യന്മാരുടെ അടുത്തും അമ്പലത്തിൽ പോണ പയ്യെ അത് ഇവര് അങ്ങനെ പോരെന്ന് പറഞ്ഞാൽ ഇവർക്ക് അധിക്ഷേപിക്കാൻ പറയല്ലേ. വെളിച്ചപ്പാടിന് പാർട്ടി അംഗത്വം ഉണ്ടോ? പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തോ? പാർട്ടി അംഗത്വം ഉണ്ടോന്നോ? പക്ഷേ പുള്ളി നമ്മളെ എല്ലാവരും കുറ്റം പറഞ്ഞ പുള്ളി നമ്മളെ കൊല്ലാൻ വേണ്ടി വരും. അത്ര പാർട്ടി അരച്ചു പിടിച്ച് കലക്കി കുടിച്ച പാർട്ടിയാ. പുള്ളി വെളിച്ചപ്പാട് അമ്പലത്തില് എന്റെ വീടിന്റെ തൊട്ടടുത്തല്ല, നമ്മള് ചെറിയ ബന്ധുക്കാരനും പുള്ളി. പുള്ളി ചേട്ടന് മാവോയിസ്റ്റും കൂടെ ആയിരുന്നു, അറിയോ? അപ്പോ ഒരേ സമയം വെളിച്ചപ്പാടും മാവോയിസ്റ്റും കമ്മ്യൂണിസ്റ്റ് ആശയധാരിയും മാവോയിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ എന്താ വെളിച്ചപ്പാട്? അപ്പൊ ഈ ചുവന്ന ഡ്രസ്സൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം വെളിച്ചപ്പാടായത്? അതായത് ഇദ്ദേഹത്തിന് അതെയോ? പുള്ളി CPI-യുടെ വലിയ ആളാ. നമ്മുടെ ഇവിടെ പ്രസംഗിക്കണൊക്കെ പുള്ളിയാ എല്ലാത്തിലും. പിന്നെ അനൗൺസ്മെന്റ് എല്ലാ കാര്യത്തിലും അമ്പലത്തിൽ നിന്ന് പോയി. പക്ഷെ വെളിച്ചപ്പാട് സമയത്ത് പുള്ളിയോടെ പാഞ്ഞെത്തും ആളൊക്കെ പിടിക്കും. ഞാൻ അമ്പലത്തിൽ കുമ്പാടുന്ന പുള്ളിയെ ഫ്രണ്ടിൽ തുള്ളത്. മാത്രല്ല ഇവര് വൈകുന്നേരം പതുങ്ങി ജോലിസിന്റെ അടുത്ത് പോകുന്നേ. ഇവര് വാചകമൊക്കെ അടിക്കും. ഇവര് വൈകുന്നേരം പയ്യെ പോവുകയും ചെയ്യും. താങ്കളുടെ അഭിപ്രായം എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ദീപ കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ദീപ, ഹലോ. എന്താണ് ഈ കോട്ടയം ജില്ലയിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു? കോട്ടയം ജില്ലയുടെ തന്നെയല്ലേ നമ്മൾ ഈ പറയുന്നവരെല്ലാം ഒരു വിശ്വാസികളാ. ഇപ്പൊ എന്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഇപ്പം എന്റെ ഹസ്ബൻഡിന് മേലെന്നും പറയുന്നത് ഞങ്ങള് ഓരോരുത്തരെ കൊണ്ട് കാണിക്കുമ്പോ അവര് പറയും ഒരു പൂജ നടത്തുക, അത് സർപ്പദോഷമാണ്. നമ്മൾ അതിലങ്ങ് വീണ് പോകുന്ന. അതെ, അപ്പൊ എന്തെങ്കിലും ആകട്ടെ, മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ചെന്ന്. അങ്ങനെ ഞങ്ങള് തൊടുപുഴയോ അങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഈരാറ്റുപേട്ട കവർ ചെയ്തൊരു സ്ഥലത്ത് ചെന്നു. അയാളൊരു വൈദ്യനാണ്. ആ വൈദ്യന്റെ അടുക്ക ചെന്നപ്പോ അയാൾ പറഞ്ഞു വണ്ണപ്പുറത്തുള്ളൊരു മനോജ് ഉണ്ട്, പുള്ളി വീട്ടിൽ വന്ന് നിങ്ങളുടെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന തകിടെടുത്തു തരും. പുള്ളിയെ ഭയങ്കര ബിസിമാനാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് കേട്ട് ഞങ്ങളോട് പറഞ്ഞു മണിക്കൂറാണ് അയാൾക്ക് പൈസയാണ്, നിങ്ങൾ വിളിക്കാതിരിക്കല്ലേ, നിങ്ങളുടെ ആ രോഗം മാറി കിട്ടുമെന്ന് പറയും. ഞങ്ങളത് കേട്ടു, പുള്ളിയെ വിളിച്ചു. പുള്ളി നിമിഷ നേരം കൊണ്ട് പുള്ളി ഇവിടെ വന്നു.
വന്നു കഴിഞ്ഞേച്ച് പുള്ളി ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് 4 വശം, ആ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തന്നെ 4 ഭാഗത്തുനിന്ന് കുഴിച്ച് നല്ല പുതിയ തകിടെടുത്ത് പുള്ളി ഒരു ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടേച്ച്, പുള്ളി നമ്മളെ കാണിക്കുന്നില്ല, മണ്ണ് വാരി ബക്കലിലിട്ടു, ചുണ്ണാമ്പിട്ടു, അതിൻ്റെ ഇത് പൊടികൾ പിന്നെ എന്തോ വെള്ളം എല്ലാം ഒഴിച്ച് മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് നല്ല റെഡ് കളറിൽ പുള്ളി എന്നിട്ട് അതിൻ്റെ അകത്ത് കൈ ഇട്ട് ഇളക്കി കഴിഞ്ഞ് പുള്ളി ഒരു പാത്രത്തിലേക്ക് അത് കുടങ്ങിച്ച് പറഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് സാധനം എടുത്തോളാൻ പറഞ്ഞു. നോക്കുമ്പോൾ നല്ല പുതിയ 3-4 തകിട്. 5000 രൂപയും പോയി. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാ വിശ്വാസവും പോയി. അപ്പൊ ഈ അസുഖം മാറിയോ? എന്നിട്ട് അസുഖം അറിയില്ല, അസുഖം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോവും, നമ്മളെ ഏറ്റുമാനൂരൊക്കെ പോവും, നമ്മൾ നേർച്ചയിടും, അല്ലാതെ ഞങ്ങൾ ഒരു പരിപാടി നടത്താം. ഞങ്ങൾക്ക് ആ വിശ്വാസം പോയി. ഇപ്പൊ മനുഷ്യൻ ചെന്ന് ചാടുന്ന അത് സ്വാഭാവികം. പുള്ളി തന്ത്രപൂർവ്വം അവിടെ കൊണ്ട് ഇട്ടതാണോ? പുള്ളി ഒരു ആമാടപ്പെട്ടി പോലെ ഒരു വെറ്റ ചെല്ലം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന്റെ അടിയിൽ പുള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അറിയാം. നമ്മൾ ഒരു വ്യക്തി ഒരു സാധനം ഒരു ചീത്ത വെള്ളത്തിൽ, ഒരു നല്ലൊരു തിരുമേനിമാരും ചീത്ത വെള്ളത്തിൽ കൊണ്ട് കൈയിടത്തില്ല. ഈ പുള്ളി ആ വെള്ളത്തിൽ കൈയിട്ട് ഇളക്കിയപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഒരു സാധനം പോകുമ്പോൾ നമുക്ക് കാണാലോ, നമ്മുടെ ആ കൈയുടെ ആ ഞരമ്പ് ഇങ്ങനെ പിടയ്ക്കുന്ന പോലെ നമുക്ക് കാണാലോ. പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇട്ടു, പുള്ളി കൈയിട്ട് ഇളക്കിച്ച് പറഞ്ഞു, അത് കാമത്തി വെച്ച് പറഞ്ഞു, അതിൻ്റെ അകത്ത് നിർത്തോളാൻ പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു തകിട് ഏകലം പുതിയതുപോലെ ഇരിക്കത്തില്ല, നല്ല വെള്ളിയുടെ നല്ല നീളത്തിലെ നല്ല തകിട്. അത് അധികം ആഴം കുഴിച്ചുമില്ല. അപ്പൊ ഈ മാജിക്കിന് 5000 രൂപയും കൊടുക്കേണ്ടി വന്നല്ലേ? 5000 രൂപ പോയി. അതോടുകൂടി ഞങ്ങൾക്ക് ഒറ്റ മണിക്കൂർ എടുത്തില്ല, ഒരു 1/2 മണിക്കൂർ. അപ്പൊ ശ്രീമതി ദീപ വീട്ടമ്മയാണോ? അതെ. അപ്പൊ ഭർത്താവ് എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് നേരത്തെ? പുള്ളി ഈ സ്റ്റെയിൻ ഗ്ലാസ് വർക്ക്, ഈ പള്ളികളിലൊക്കെ രൂപങ്ങളൊക്കെ ഗ്ലാസ്സിൽ തന്നെ വെട്ടിയെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിന്റെ ആ അൾത്താരക്കകത്തൊക്കെ രൂപങ്ങളൊക്കെ വെക്കുന്ന. അപ്പൊ കണ്ണിനാണ് കംപ്ലൈന്റ് വന്നത്. ആ കണ്ണിന് വന്നപ്പോ എല്ലാരും പറഞ്ഞു അത് സർപ്പദോഷമാണ്. എവിടെ കൊണ്ട് കാണിച്ചിട്ടും പറഞ്ഞു സർപ്പദോഷമാണ്, നിങ്ങൾ ഇന്നൊക്കെ ഒരു പൂജ ചെയ്താൽ മതി, നിങ്ങളുടെ കംപ്ലീറ്റ് അസുഖം മാറും. 10-18 ലക്ഷം രൂപ നമ്മൾ മുടക്കി അമൃതയിൽ ഹോസ്പിറ്റലിൽ, ഇപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ രോഗത്തിനൊരു ശമനമില്ല. അപ്പൊ 5000 രൂപ കൊള്ളാം. ശരി, അപ്പൊ വളരെ രസകരമായ അനുഭവങ്ങളാണ്. സ്വന്തമായിട്ട് ഓരോരുത്തർക്ക് അനുഭവം വരുമെന്ന്. എല്ലാരും ഈ വാർത്ത വരുമ്പോ എല്ലാരും നിരീശ്വരവാദിയാ, പക്ഷെ എല്ലാരും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാരും ഈ ഒരു ഇതിലേക്ക് പോകുന്നവരാ. ശരി ശരി, ഓക്കെ, കോമഡി. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പൊ ദാസൻ വർക്കലയിൽ നിന്നാണ് എന്നോടൊപ്പം ചെയ്യുന്നത്. വർക്കല വലിയ നവോത്ഥാനത്തിന്റെ കേന്ദ്രമാണ് അല്ലേ? ഗുരുദേവന്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ അവിടെയും മന്ത്രവാദികളുണ്ടോ ശ്രീദാസൻ? ആണ്, പക്ഷേ സാറേ ഈ അടുത്ത കാലത്തെ തന്നെ ഇപ്പൊ ഒരു ടി വിയിൽ കാണിച്ച് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യ എന്തോ കുഴപ്പമാണ്, അതിനൊരു ചരട് ദ്രവിച്ചു കൊണ്ടുവന്ന് കെട്ടാൻ നേരത്ത് ആ സ്ത്രീ സമ്മതിച്ചില്ല, മീൻകറി എടുത്ത് മുഖത്ത് ഒഴിച്ച് മീൻകറി എടുത്ത് ഒഴിക്കാൻ രക്ഷയുള്ളൂ അല്ലേ ഇവര് നേരിടാൻ? മീൻകറി എടുത്ത് മുഖത്തൊഴിച്ച്, അതും ഒരു മന്ത്രവാദമാണ്. പിന്നെ ഈ ഞാൻ പറയുന്നത് സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും ഈ മന്ത്രവാദത്തിന് അടിമയാവുന്നത്. സ്ത്രീകളാണ് അല്ല, സ്ത്രീകളാണ് ഏറ്റവും മന്ത്രവാദത്തിന് അടിമ. കഴിഞ്ഞ എന്തെങ്കിലും പറയുമ്പോ ഓടിപ്പോയി ഒരു മന്ത്രവാദിയെ കാണും, അത് മേടിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. പുരുഷനാണ് മന്ത്രവാദി, പുരുഷനാണ് മന്ത്രവാദി. സ്ത്രീകൾക്കിടയിൽ മന്ത്രവാദികൾ കുറവാണല്ലേ? പുരുഷനാണ് മന്ത്രവാദി. കാര്യം ഈ നടക്കുന്ന എല്ലാം കണ്ട ഒരു കൊച്ചിനെയൊക്കെ കൊല്ലുക എന്ന് പറയുന്ന ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ സാറേ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശ്രീദാസൻ? ഇത് തീരാൻ കഴിയണമെങ്കിൽ ജനം നന്നാവണം, മനുഷ്യൻ നന്നാവണം. മനുഷ്യൻ നന്നാവാതെ തീരും. ജനങ്ങൾ മനസ്സിലാക്കണം, ഈ മന്ത്രവാദികളുടെ അടുത്തൊന്നും പോവാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തീർക്കുക. അല്ലാതെ മന്ത്രവാദി പറയുന്നതൊക്കെ കേട്ടാൽ കൊച്ചുങ്ങളും ചാവും. ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ ഏതായാലും മീൻകറി എടുത്ത് ഒഴിക്കണം ഇത്തരം ആളുകളുടെ മുഖത്തേക്ക് എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകരോട് ചർച്ച ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാരുകളുടെ പിടിപ്പുകേടാണോ ഈ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ തുടരുന്നത് എന്ന് ചോദിക്കുമ്പോൾ 86% ആളുകളും അതേന്ന് പറയുന്നു. ശക്തമായ നടപടികളില്ലാതെ തടയാൻ കഴിയില്ലെന്ന് പറയുന്നു. ഗവൺമെൻറ് തലത്തിൽ ഒരു ഇടപെടൽ വേണം. വെറും ബോധവൽക്കരണം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.